കൊച്ചു പൂമ്പാറ്റ എന്ന ഈ ചാനൽ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ. എന്നത്തെയും പോലെ ഇന്നും ഒരു പുതിയ കഥയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുമ്പായി ഒരു കാര്യം. എല്ലാരും അച്ഛനമ്മമാർ പറയുന്നത് അനുസരിച്ചും പ്രായത്തിന് മൂത്തവരെ ബഹുമാനിച്ചും നല്ല കുട്ടികളായി ഇരിക്കണം കേട്ടോ. അപ്പോ കഥ തുടങ്ങിയാലോ? ഒരിടത്തൊരിടത്ത് ദാമു എന്നു പേരുള്ള സ്വാർത്ഥനും അത്യാഗ്രഹിയുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു ദിവസം അയാളുടെ 30 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ സഞ്ചി നഷ്ടമായി. അയാൾ കുറെ അന്വേഷിച്ചിട്ടും സഞ്ചി കിട്ടിയില്ല. അയാൾ നിരാശനായി. അയാൾ നിരാശനായിരിക്കുന്നത് കണ്ട അയാളുടെ സുഹൃത്ത് കാര്യം അന്വേഷിച്ചു. സ്വർണ്ണ നാണയങ്ങൾ കാണാതായ വിവരം ദാമു സുഹൃത്തിനോട് പറഞ്ഞു. അയാളുടെ സുഹൃത്ത് ഒരു സത്യസന്ധനും പരോപകാരിയും ആയിരുന്നു. സുഹൃത്തിന്റെ പേര് രാമു എന്നായിരുന്നു. രാമു ദാമുവിനെ സഹായിക്കാനായി നാണയത്തിനു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു. കുറെ സമയത്തെ അന്വേഷണത്തിനൊടുവിൽ രാമുവിന് ദാമുവിന്റെ നാണയങ്ങൾ അടങ്ങുന്ന സഞ്ചി കിട്ടി. രാമു സഞ്ചിയുമായി ദാമുവിന്റെ അടുക്കലെത്തി. ദാമുവിന് സന്തോഷമായി. ദാമു സഞ്ചി തുറന്ന് നാണയങ്ങൾ എണ്ണി നോക്കി. 30 സ്വർണ്ണ നാണയങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാഗ്രഹിയായ ദാമു രാമുവിനോട് പറഞ്ഞു, അല്ലയോ സുഹൃത്തേ, ഇതിൽ 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ 30 നാണയങ്ങളേ ഉള്ളൂ. താങ്കൾ ബാക്കി നാണയങ്ങൾ എടുത്തോ. ആ സഞ്ചിയിൽ അത്രയും നാണയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിൽ നിന്നും ഒന്നും എടുത്തിട്ടില്ല, രാമു വിഷമത്തോടെ പറഞ്ഞു. എന്നാൽ ദാമു അത് സമ്മതിച്ചില്ല. അവർ തമ്മിൽ തർക്കമായി. അവസാനം തർക്കം മൂത്ത് ന്യായാധിപന്റെ അടുത്ത് പോകാമെന്നായി. അവർ രണ്ടുപേരും കൂടി ഒരു ന്യായാധിപന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് നടന്നതെല്ലാം ന്യായാധിപനെ അറിയിച്ചു. ന്യായാധിപൻ കുറച്ചു സമയം ആലോചനാനിമഗ്നായി ഇരുന്നു. അതിനുശേഷം ദാമുവിനോട് ചോദിച്ചു, നിങ്ങളുടെ സഞ്ചിയിൽ 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അത്യാഗ്രഹിയായ ദാമു പറഞ്ഞു. അതെ, ആ സഞ്ചിയിൽ 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. അതുകേട്ട ന്യായാധിപൻ രാമുവിനോട് ചോദിച്ചു, നിങ്ങൾ ഈ സഞ്ചിയിൽ നിന്ന് നാണയങ്ങൾ എടുത്തോ? രാമു വിഷമത്തോടെ പറഞ്ഞു, ഇല്ല, ഞാൻ അതിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ 30 നാണയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു നേരത്തിന് ശേഷം ന്യായാധിപൻ ദാമുവിനോട് പറഞ്ഞു, നിങ്ങളുടെ സഞ്ചിയിൽ 40 നാണയങ്ങൾ ഉണ്ടായിരുന്നെന്ന് അല്ലേ പറഞ്ഞത്? പക്ഷേ ഈ സഞ്ചിയിൽ 30 നാണയങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഈ സഞ്ചി നിങ്ങളുടേത് ആയിരിക്കില്ല. ഈ സഞ്ചി ഞാൻ രാമുവിന് കൊടുക്കുവാണ്. നിങ്ങളുടെ സഞ്ചി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ അത്യാഗ്രഹിയായ ദാമു നാണിച്ചു തലയും താഴ്ത്തി നിന്നു. പരോപകാരിയായ രാമുവിന് 30 സ്വർണ്ണ നാണയങ്ങൾ കിട്ടി. ദാമു അത്യാഗ്രഹത്തിന് പോയില്ലായിരുന്നെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെട്ട സ്വർണ്ണ നാണയങ്ങൾ തിരിച്ചു കിട്ടിയേനെ. ഗുണപാഠം: അത്യാഗ്രഹം ആപത്ത്.